നമസ്കാരം, ഞാൻ ബിന്ദുരാജ്. മലപ്പുറത്തിന്റെ 19കാരി പൈലറ്റ് മറിയം ജുമാനയ്ക്ക് വള്ളിക്കുന്ന് മണ്ഡലം ഗ്ലോബൽ KMCC കമ്മിറ്റി സ്നേഹാദരവും ക്യാഷ് അവാർഡും നൽകി. ചടങ്ങിൽ ഗ്ലോബൽ KMCC പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി മാതാപ്പുഴ അധ്യക്ഷത വഹിച്ചു. MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ മൊമെന്റോ കൈമാറി. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബക്കർ ചേർന്നൂർ, ഗ്ലോബൽ KMCC വൈസ് പ്രസിഡന്റുമാരായ സലീം പാണമ്പ്ര, ഹാരിസ് പെരുവള്ളൂർ, സെക്രട്ടറി നസീം കാടപ്പടി, സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ റഷീദ് കൊടക്കാട്, നൌഫൽ ഉള്ളാടൻ, KMCC നേതാക്കളായ മൻസൂർ ചേലേമ്പ്ര, VK ബാപ്പുട്ടി ചേലേമ്പ്ര, CC മുജീബ്, MM ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്ലോബൽ KMCC വൈസ് പ്രസിഡന്റ് CP അഷ്റഫ് ചേലേമ്പ്ര സ്വാഗതവും ട്രഷറർ ETM തലപ്പാറ നന്ദിയും പറഞ്ഞു. അവർക്കൊരു താങ്ങ് നിന്ന് കൊടുക്കാനും എല്ലാ കമ്മിറ്റികളും KMCC ആയാലും വേണ്ടില്ല, മുസ്ലിം ലീഗ് ആയാലും വേണ്ടില്ല, എല്ലാവരുടെ ഭാഗത്തു നിന്നൊരു അകമതി സഹായം ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ MLA P. അമീദ് മാസ്റ്റർ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷൻ, നമ്മുടെ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം ഗ്ലോബൽ KMCCയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മാതാപ്പുഴ മുഹമ്മദ് കുട്ടി സാഹിബ് അടക്കം നമ്മുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന KMCCയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ VP അബ്ദുൽ ഹമീദ് സാഹിബ്, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ബക്കർ, ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മറിയം ജുമാന, അവരുടെ പ്രിയപ്പെട്ട മാതാവ്, നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഈ പ്രതിസന്ധികളിലൂടെ സഞ്ചരിച്ച് ഉയരങ്ങൾ കീഴടക്കണം. പലപ്പോഴായി നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത്. അക്ഷരാർത്ഥത്തിൽ അത് നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജുവാനയാണ് ഇന്നത്തെ നമ്മുടെ താരം. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം രാജ്യത്തിനകത്തും പുറത്തും അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന പ്രവാഹങ്ങൾ, അഭിനന്ദനങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് പറയാതിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വിഭാഗമാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി 19 വയസ്സ് പ്രായത്തിൽ അവരുടെ പഠനത്തിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് 7 മണിക്കൂർ വിമാനം അത് പൈലറ്റ് ചെയ്ത് വലിയ തോതിലുള്ള പ്രശസ്തി പിടിച്ചു പറ്റിയത്. ഒരു പൈലറ്റ് കോഴ്സ് പൂർത്തിയാണെങ്കിൽ ഏകദേശം 200 മണിക്കൂർ വിമാനം ഓടണം. അതിപ്പോൾ 7 മണിക്കൂർ ഇപ്പൊ പൂർത്തിയായി. അപ്പൊ അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ഈ ഒരു സംരംഭം തന്നെ ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പറഞ്ഞല്ലോ. ഇപ്പൊ ഉമർ ഫൈസി, ഞാൻ ചിലപ്പോൾ മുഖം കണ്ടാൽ അദ്ദേഹത്തെ അറിയാം. എന്റെ നാട്ടിൽ നിന്നാണ് ഫൈസി ബിരുദമെടുത്ത പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് ഫൈസി ബിരുദമെടുത്ത ഉമർ ഫൈസി. ഞങ്ങൾ കണ്ടാൽ അറിയായിരിക്കും, കാരണം ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ആ കോളേജിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അവര് ഈ പഠനകാലത്ത് തന്നെ കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കി കൂടെ കട്ടക്ക് ഈ 19ാമത്തെ വയസ്സാണ്, ഒരു ആൺകുട്ടിയല്ല, ഒരു പെൺകുട്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ത്രില്ല്, അത് എത്ര പ്രശംസിച്ചാലും അതിന് വാക്കുകളില്ല. അവളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ അവൾക്ക് കീഴടക്കാൻ സാധിക്കും, ഒരു സംശയമില്ല. അതിന് നമ്മളൊക്കെ കൂടെ നിന്ന് കൊടുക്കുക. ഇപ്പൊ മാതാപ്പുഴ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പ്രേരിപ്പിച്ച ചേതോവികാരം
പഠനകാലത്ത് അവർ അനുഭവിച്ച പ്രയാസങ്ങൾ ഫൈസി അവിടെ ജിദ്ദ KMCC സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ വെച്ച് പറഞ്ഞു. നമ്മുടെ സാധാരണ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് എന്തെങ്കിലും ഒരു മൊമെന്റോ കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടുക, അങ്ങനെ പോരാ. KMCC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. KMCC എന്ന് പറഞ്ഞാല് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും അതിന് വാക്കുകളില്ല. ഇത് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം KMCC ആണ് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പെട്ടതേ പറഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചടങ്ങ് എന്നെ തന്നെ എന്തെങ്കിലും രാത്രി പാതിരാക്കാൻ വിളിക്കുന്നത് വളരെ നിർബന്ധമായിട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് ക്യാൻസലാക്കി ഇവിടെ വരണം. ഞാൻ പറയുന്ന മണ്ഡലത്തിലേക്ക് വേറെ പരിപാടിയില്ല. ഞാൻ ഇപ്പോൾ ലീഗാഫീസിലാണ് മലപ്പുറത്ത്. ഇതിനായിട്ട് വന്നാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അവിടെ. ഇന്നേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പോരാ പറ്റില്ല. ഇത് നമുക്കൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ കുട്ടിനെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർത്ത് പിടിക്കണം. ആ കുടുംബത്തിനോട് നമ്മൾ അവിടെ കുടുംബത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടെന്ന് പ്രഖ്യാപിക്കണം. അതിന് എല്ലാവരും ഉണ്ടാകണം നല്ലത്. വലിയ ചടങ്ങ്, പക്ഷേ പ്രൗഢ ഗംഭീരമായ ചടങ്ങാണത്. അപ്പൊ മോളോട് നമുക്ക് പറയണം നന്നായിട്ട്. അനക്ക് ഈ പഠനകാലത്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളോടൊക്കെ ബന്ധപ്പെടണം. ഒരു പ്രയാസം അനക്ക് അത് എന്തായിരുന്നാലും ഞങ്ങൾ തരണം ചെയ്യും. അത് KMCC ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അത് ഞങ്ങൾ ചെയ്യും. അപ്പൊ എന്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. എങ്ങനെ പൂർത്തീകരിക്കുക എന്നുള്ള ആശങ്ക എനിക്ക് വേണ്ട. ആ ആശങ്ക 7 മണിക്കൂർ വിമാനം പറന്നുകൊണ്ട് ഇത് പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാൻ അനുഗ്രഹം ഞങ്ങളെ പ്രാർത്ഥന എനിക്ക് ഉണ്ടാവും. അതാണ് ഞങ്ങൾക്ക് പറയേണ്ടത്. പിന്നെ എൻ്റെ വാപ്പ ഉമർ ഫൈസി ഇപ്പൊ ഇവിടെ വാലഞ്ചേരി ഇവിടെ നമ്മളെ ഞങ്ങള് അവിടെ പുൽപ്പറ്റ വാലഞ്ചേരിയാണ്. ഇപ്പൊ ഇവിടെ ചേരാമ്പ്രയിൽ 5-6 കൊല്ലത്തോടുണ്ടായിരുന്നത് ഇപ്പോ സ്വാഗത പ്രസംഗത്തിൽ അച്ഛനെ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചു. അപ്പോ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. ഒരു മതപണ്ഡിത പല സ്ഥലങ്ങളിലും സത്യമായിട്ടൊക്കെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് അവരൊക്കെ ഒരു ജീവിതം 4ാമത്തെ മകളാണ് അല്ലേ? കുമാരൻ 4ാമത്തെ മകളാണ് അല്ലേ? അപ്പൊ ആ നിലയില് ഞാൻ പറഞ്ഞ നന്നായിട്ട് എന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അത് നന്നാക്കുക. അതിന്റെ കൂടെ ഞങ്ങളുണ്ട്. എന്റെ ഈ ആകാശ സഞ്ചാരത്തിൽ ഞങ്ങളൊക്കെ എന്റെ കൂടെയുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തും. എനിക്കിപ്പോ ഈ പഠനകാലത്ത് എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇത് നല്ലൊരു പൈലറ്റായിട്ട് തിരിച്ചു വരണം. പൈലറ്റ് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ ഈ 200 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കൊമേഴ്സ്യൽ ലൈസൻസിനും മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഈ ഗ്ലോബൽ KMCC സംഘടിപ്പിച്ച ഈ ചടങ്ങില് എനിക്ക് പറയുന്നത്, ഈ പഠനകാലത്ത് എനിക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് മടിക്കരുത്. ഒരു പ്രയാസപ്പെട്ടുകൊണ്ട് പഠനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ഒരു തടസ്സം എനിക്ക് ഉണ്ടാവില്ല. അത് ഞങ്ങൾ വാക്കുതരാണ്. ഇത് ചിലപ്പോ ഈ തരത്തിലുള്ള പിന്നെ ഒരു അംഗീകാരം, ഒരു പ്രശംസ ചിലപ്പോൾ ചിലയിടത്ത് കിട്ടിക്കൊള്ളുന്നില്ലായിരിക്കും. നമ്മൾക്ക് മനസ്സ് തുറന്ന് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്കാണ് ഞാനത് പറയുന്നത്. അനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം, KMCCയുമായിട്ട് ബന്ധപ്പെടാം. അതൊക്കെ തരണം ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഒരു നെയ്യത്തുണ്ടല്ലോ, എൻ്റെ ഒരു താല്പര്യമുണ്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. കുടുംബം എൻ്റെ കൂടെയുണ്ട്. കുടുംബം എൻ്റെ കൂടെ ഈ പ്രയാസത്തിൽ എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണല്ലോ അപ്പച്ചി എത്തിയത്. പക്ഷെ എത്ര വലുതായാലും എനിക്ക് എത്രത്തോളം എനിക്ക് ഈ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം കീഴടക്കും. കുടുംബത്തിന്റെ എല്ലാ പിന്തുണ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചിനി വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോ ഞങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളാ പറയണത് കുടുംബത്തിനെയും അത് കൂടെ തന്നെ ഉണ്ടാവണം എല്ലാ സമയത്തും. അതാണ് ഈ സന്ദർഭത്തിൽ പറയണേ. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് വീണ്ടും ഇവിടെ ഈ ഗ്ലോബൽ KMCC ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി ഇവിടെ ക്ഷണിച്ചു വരുത്തി ചടങ്ങ് സംഘടിപ്പിച്ചതിൽ മാതാപ്പുഴ അടക്കമുള്ള എല്ലാ ഗ്ലോബൽ KMCC പ്രവർത്തകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭവിക്കുന്നു. ഈ വള്ളിക്കുന്ന് മണ്ഡലം KMCCയിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് തന്ന ഈ അവാർഡൊക്കെ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഉപ്പാക്ക് എത്തിച്ചേരാൻ കഴിയുണ്ടാവില്ല. ഉപ്പ ബസ്സിലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ വരുമെന്ന് അറിയില്ല.
പിന്നെ MLA സാറ് നല്ല എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് തന്നത്. സാറിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ടൊരു വാക്കുകളാണ് പറഞ്ഞത്. വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇനിയും ഭാവിയില് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊമേഴ്ഷ്യൽ പാരൽ ലൈസൻസ് കിട്ടിയാൽ ഞങ്ങളൊന്നും മറക്കൂല. ഞാൻ വാക്ക് തരികയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.